സർ നമസ്കാരം. നമസ്കാരം. സർ, നമ്മുടെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ശശി തരൂരാണ്. ശശി തരൂരിന്റെ ചില പരാമർശങ്ങൾ ഇടയ്ക്കിടെ കോൺഗ്രസിന് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ 14 വർഷം അദ്ദേഹം അംഗമായിരുന്ന ഒരു സമിതിയിൽ നിന്ന്, അതായത് AICC പ്രമേയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് തരൂരിനെ രാഹുൽ ഗാന്ധി ഒഴിവാക്കിയിരിക്കുകയാണ്. പുറകെ അടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അപ്പൊ ഇവിടെയാണെങ്കിൽ പൊതുവായിട്ട് പറയും, എന്തെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയുന്ന കേൾക്കാം. ഇപ്പൊ അടുത്തത് BJP-യിലേക്ക്, ഇന്നയാൾ BJP-യിലേക്ക്. അത്തരത്തിൽ സത്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കമുണ്ടോ? തരൂർ BJP-യിലേക്ക് വരുമോ? തരൂരിന് ഇനി കോൺഗ്രസിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമായി മാറില്ലേ? കാരണം അദ്ദേഹത്തെ അവഗണിക്കാൻ തന്നെയാണ്, പലതിൽ നിന്ന് ഒഴിവാക്കാനും അവഗണിക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്തായിരിക്കും ഒരു പരിണിത ഫലം? ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിജയിയായ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ്. അതായത് കേന്ദ്രമന്ത്രിസഭയിലെ സഹമന്ത്രി സ്ഥാനം ലഭിച്ചു, പക്ഷേ അദ്ദേഹത്തിന് ആ മന്ത്രിസഭയിൽ തുടരാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചു, അവിടെയും അദ്ദേഹത്തെ പരിഗണിച്ചില്ല. കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചു. എന്നിട്ടൊരു പാവ പ്രസിഡന്റിനെ അവർ സ്വീകരിച്ചു. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, അതുകൊണ്ട് ലോകം കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. പൊതുജനങ്ങളിലെ തിരുവനന്തപുരത്ത് മത്സരിച്ച് പലതവണ ജയിച്ചു. അങ്ങനെയൊക്കെ വരുന്ന ഒരു വ്യക്തിയെ കോൺഗ്രസിന് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം കോൺഗ്രസ് ഒരു ഡൈനാസ്റ്റി പാർട്ടിയാണ്. ആ ഡൈനാസ്റ്റി പാർട്ടിയിൽ അടിമകളും എറാൻമൂളികളും വെള്ളം കോരുന്നവരും വിറക് കെട്ടുന്നവരും മാത്രം മതി. എന്നാൽ നമ്മുടെ തിരുതത്തോമായുടെ അത്രയും ഒരു കഴിവും പാരമ്പര്യവും ഒന്നും ശശി തരൂരിന് ഇല്ല. അതായത് പാദസേവകരുടെ ആ ഒരു ശൈലി ഭംഗിയായി നിർവഹിക്കാൻ ഇപ്പോൾ KC വേണുഗോപാലിനെ പോലെയോ മറ്റുള്ളവരെ പോലെയോ ഒന്നും അദ്ദേഹം, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അല്ല. ഹലോ. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം BJP-യിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം ഇനിയിപ്പോൾ അപ്രസക്തമാണ്. ബസ് പോയി കഴിഞ്ഞ് ബസിന്റെ പുറകിൽ ഇനി അദ്ദേഹം BJP-യിലേക്ക് പോയാൽ, അദ്ദേഹം BJP-യിലേക്ക് പോകാൻ പറ്റിയ സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 1-2 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അന്ന് കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കേണ്ടതാണ്. ആ ചാൻസ് അദ്ദേഹം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ വൈകി ഉദിച്ച വിവേകം പോലെ ഇനി കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയേക്കാം എന്ന് കരുതിയാൽ അദ്ദേഹത്തിന് ചെന്ന് ചേക്കേറാൻ കഴിയാൻ ഒരു പാർട്ടി ഏതാവുള്ളത്? CPM-ൽ ഏതായാലും അതിനുള്ള അത് ശശി തരൂരിനെ താങ്ങാനുള്ള കഴിവൊന്നും CPM-ന് ഇല്ല. പിന്നെ ഇവിടെ ഏതാ ഉള്ളത്? പിന്നെ ഏതെങ്കിലും കേരള കോൺഗ്രസോ RSPയോ അങ്ങനെ ഒന്നും ചിന്തിക്കാനും വയ്യ. മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ, ദേശീയ പാർട്ടിയുടെ ഭാഗമായി കേരളത്തിൽ ഒരു പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള കഴിവും അദ്ദേഹത്തിനില്ല. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും NCP ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ RJD ആണെങ്കിലും ഏത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു ഭാഗമായി കേരളത്തിൽ നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം അത്ര ജനകീയ നേതാവും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം പരിണിത പ്രജ്ഞനുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവി ഇപ്പോൾ സത്യം പറഞ്ഞാൽ അജ്ഞാതമാണ്, തുലാസിലാണ്. ഏതായാലും കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് എറിയപ്പെടും എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഓരോ സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നതും കേരളത്തിൽ നിന്ന് ഒരു ദേശീയ പ്രസിഡന്റ് സർ ശങ്കരൻ നായർക്ക് ശേഷം ഒരു ദേശീയ പ്രസിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതയെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ പാരവെച്ച് നശിപ്പിച്ചതും എല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി BJP-യിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളതും BJP-യിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും വരും നാളുകളിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനത്തിന് വലിയ പ്രസക്തിയുമില്ല. ആ പ്രസക്തി പോലും അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. സാർ ഇപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രസക്തി അദ്ദേഹം നഷ്ടപ്പെടുത്തിയെന്ന്. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് സാർ പറയുന്നത്? അതായത് BJP-ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടുന്ന സമയത്ത് ശ്രീമാൻ സുരേഷ് ഗോപി BJP-യിലേക്ക് വന്ന സമയത്ത് ഇദ്ദേഹം വന്നിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം തിരുവനന്തപുരത്ത് ജയിക്കുമായിരുന്നു. അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രി ആകുമായിരുന്നു. പക്ഷേ
സമയം കഴിഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞത്, ബസ് കടന്നു പോയി കഴിഞ്ഞ് ബസിന്റെ പുറകിൽ കൈ നീട്ടുന്ന പോലെ ആയിപ്പോയി ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ. പക്ഷെ അദ്ദേഹത്തിന് ഇനിയിപ്പോ ചെറിയ രാഷ്ട്രീയ ഒരു പാർട്ടിയാം ചെറുതായി കാണുകയല്ല, പക്ഷെ സാർ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടികളിലേക്കൊന്നും പോകാൻ അദ്ദേഹത്തിന്റെ ഒരു മിടുക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഒരു വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ സത്യത്തിൽ ഇപ്പോൾ BJP പോലെ ഒരു പാർട്ടിക്ക് മാത്രമല്ലേ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരു ചെറിയ പാർട്ടികളിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അത് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാവി അങ്ങനെ അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും ഇനി മാറുക? അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സമയം അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ BJPയെ ശക്തിപ്പെടുത്താനും BJPയുടെ ഒരു നേതാവായിട്ട് മാറാനും അദ്ദേഹത്തിനുണ്ടായിരുന്ന അവസരമെല്ലാം അദ്ദേഹം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പ്രസിഡന്റായിട്ട് എത്തിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ അടുത്ത തവണ ഏതായാലും തിരുവനന്തപുരത്ത് പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ ജയിക്കും എന്നുള്ളത് ആ ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ വഴി അടഞ്ഞു. ഭാവിയിൽ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ള വഴി അടഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് BJPയിലേക്ക് വന്നാൽ പോലും തിരുവനന്തപുരം സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് രാജീവ് ചന്ദ്രശേഖറിന് തന്നെയായിരിക്കും. അതുപോലെ രണ്ടാമത്തെ സീറ്റ് മുരളീധരൻജി അവിടെയുണ്ട്, അദ്ദേഹത്തിനായിരിക്കും. അങ്ങനെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ നിർണയിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ സുരേഷ് ഗോപിയുണ്ട്. അങ്ങനെ ഒരു സീറ്റ് അദ്ദേഹത്തിന്, സുരക്ഷിതമായ ഒരു സീറ്റ് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഇപ്പോൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂര് ഇങ്ങനെയൊക്കെയുള്ള സീറ്റുകൾക്ക് അപ്പുറത്ത് പോയി മറ്റേതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് വിജയിക്കാൻ മാത്രമുള്ള ഒരു ജനപിന്തുണ ശശി തരൂരിന് ഇപ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയ ഒരു സീറ്റ് അദ്ദേഹം കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ മത്സരിച്ച് ജയിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനും വയ്യ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഭാവി, അതായത് ഇനി BJPയിലേക്ക് എന്ന് പറയുന്ന എന്താ വാർത്തകൾക്ക് പ്രസക്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം അങ്ങനെ ഒരു അങ്ങനെയല്ല, ആഗ്രഹം പറയുകയാണെങ്കിൽ BJP ഉൾക്കൊള്ളാതിരിക്കുമോ തരൂരിനെ? അല്ല, BJP തരൂരിനെ ഉൾക്കൊള്ളാതിരിക്കുകയൊന്നുമില്ല. ആര് വന്നാലും BJPയുടെ വാതിലുകൾ എപ്പോഴും തുറന്നാണല്ലോ കിടക്കുന്നത്. അപ്പോൾ BJPയുടെ നയപരിപാടികളെയും പ്രത്യയശാസ്ത്രത്തെയും അംഗീകരിച്ചുകൊണ്ട് ആർക്കും BJPയിലേക്ക് വരാം. എന്നാൽ അദ്ദേഹം വരേണ്ടിയിരുന്ന കാലഘട്ടം താമസിച്ചു പോയി എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് കരുതി വരാൻ പാടില്ല എന്നല്ല, വന്നാൽ ഇവിടെ സ്വീകരിക്കില്ല എന്നുമല്ല. ഏതായാലും അദ്ദേഹത്തിന് ഇനി വേറെ വഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ചേർന്നിരിക്കുന്ന പ്രതിസന്ധി. മറ്റൊരു വഴിയില്ല. സത്യത്തിൽ പെരുവഴിയിലായി. പെരുവഴിയിലായി. അതെ, അതെ. നന്ദി സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.